അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വഹാബത്തും വിശുദ്ധ ഖുർആനും എന്ന എപ്പിസോഡിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. മക്കയിലെ ഏറ്റവും സമ്പന്നരായ മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായിട്ടാണ് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. മക്കയിലെ യുവാക്കളിൽ അന്ന് ഏറ്റവും മുന്തിയ വസ്ത്രം ധരിക്കുന്നവരും ഏറ്റവും നല്ല സുഗന്ധമുള്ള വിലപിടിപ്പുള്ള അത്തറുകളൊക്കെ ഉപയോഗിക്കുന്നവരുമായിരുന്നു മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിലും മഹാനവറുകൾ ആ ഇസ്ലാമിക പ്രവേശനം മറച്ചു വെച്ചവരായിരുന്നു. ഉമ്മയെയും കുടുംബത്തെയും ഭയന്നുകൊണ്ട് ഇസ്ലാം ഉള്ളിലൊതുക്കി കുറേ കാലം മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട്. ആരും കാണാതെ ദാറുൽ അർഖമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ പോയി ഇടക്കിടക്ക് മഹാനവറുകൾ ഇങ്ങനെ ഇരിക്കും. വീട്ടുകാരും അറിയില്ല. അങ്ങനെ അവസാനം ഈ ഇസ്ലാം സ്വീകരിച്ചത് അവരുടെ മാതാവും കുടുംബങ്ങളൊക്കെ അറിയുന്നുണ്ട്. ആ സമയത്ത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അവർ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്, തടവിലാക്കി സമ്പത്തും വസ്ത്രങ്ങളും എല്ലാം തടഞ്ഞു വെക്കുന്നുണ്ട്. ഉമ്മയാണെങ്കിലോ, നീ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതെ ഞാനിനി തിന്നുകയും കുടിക്കുകയും ഒന്നുമില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യുകയും ചെയ്തു. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അതുകൊണ്ടൊന്നും തളർന്നിട്ടില്ല. ഇസ്ലാമിൽ തന്നെ അടിയുറച്ചു നിന്നു. ധാരാളം പീഡനങ്ങൾ കുടുംബക്കാരുടെ ഭാഗത്തു നിന്ന് ഏറ്റുവാങ്ങി. അങ്ങനെ അവസാനം അത് സഹിക്കവയ്യാതെ മഹാനവറുകൾ ഹബശിയയിലേക്ക് ഹിജറ പോകുന്നുണ്ട്. ഒരു 3 മാസക്കാലം ആ ഹബശിയയിൽ മഹാനവറുകൾ താമസിച്ച് വീണ്ടും മക്കയിലേക്ക് തന്നെ തിരിച്ചു വരുന്നൊരു സന്ദർഭം. അപ്പോഴും മുമ്പത്തെ പോലെ തന്നെ ഈ കുടുംബക്കാർ മഹാനവറുകളെ ആക്രമിക്കുകയും ഒരുപാട് പീഡനങ്ങൾ ഏൽപ്പിക്കുകയും തടവിലാക്കുകയും സമ്പത്തും വസ്ത്രവും എല്ലാം തടഞ്ഞു വെക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നുബുവത്തിൻ്റെ 5-ാം വർഷം മഹാനവറുകൾ വീണ്ടും ഹിജറ പോകുന്നുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും മക്കയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുമുണ്ട്. ഒന്നുമില്ല മഹാനവറുടെ കയ്യിൽ, സമ്പത്തില്ല, വസ്ത്രമില്ല, ഒന്നും കൊടുത്തിട്ടില്ല. മഹാനവറുകൾ തീരെ വയ്യാതെ വല്ലാതെ അവശനായിട്ടുണ്ട്. മഹാനായ സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കണ്ടപ്പോൾ പറയുകയാണ്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എത്ര വലിയ ഉഷാറുള്ള നല്ല ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കൂ. അവിടുത്തെ ശരീരത്തിൽ നിന്നെല്ലാം, ജീവികളുടെ ശരീരത്തിൽ നിന്ന് ഈ തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോകുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ തൊലിയും ഉരിഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് വല്ലാതെ അവശനായി മാറിയിട്ടുണ്ട് മഹാനവറുകൾ. അത്രയും വലിയ പീഡനമാണ് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു സഹിച്ചിട്ടുള്ളത് എന്ന് സഅദ് ബിൻ മാലിക് തങ്ങൾ പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, ഞങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടേക്ക് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ആ സമയത്ത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു കഷ്ണം വെച്ച പുതപ്പ് മാത്രമാണ് ധരിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്ന സമയത്ത് നബി തങ്ങൾ കഴിഞ്ഞു പോയ കാലം ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. എങ്ങനെ നടന്നിരുന്ന ആളാണ് മുസ്അബ്, എത്ര വലിയ സമ്പത്തുള്ള, എത്ര വലിയ മുന്തിയ വസ്ത്രം ധരിച്ചിരുന്ന ആളായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എന്നെ വിശ്വസിച്ചത് കാരണമല്ലേ ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് എത്തിയത് എന്നിങ്ങനെ പറയുകയും അള്ളാഹുവിനോട് ഇങ്ങനെ വേവലാതി പറയുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന ഒരു സംഭവം മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള മറ്റൊരു സംഭവത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ അവിടുത്തെ അടിമപ്പെണ്ണ് ജാരിയത്ത് ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്.
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അത് കണ്ടപ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞുപോയി. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട്, എന്നേക്കാൾ എത്രയോ വലിയ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു പോയി. അവരൊക്കെ വലിയ നല്ല ആളുകളായിരുന്നു. എത്രയാണ് അവരൊക്കെ സഹിച്ചത്, പീഡനങ്ങൾ സഹിച്ചത്. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഒക്കെ കൊല്ലപ്പെടുന്ന സമയത്ത് ഉഹദിൽ വെച്ചായിരുന്നു മഹാനവറുകൾ കൊല്ലപ്പെട്ടത്. ആ സമയത്ത് കഫൻ ധരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ പുതപ്പ് മാത്രം. ആ പുതപ്പാണെങ്കിൽ തലമറച്ചാൽ കാല് വെളിവാകുന്ന, കാല് മറച്ചാൽ തല വെളിവാകുന്ന രൂപത്തിലുള്ള ഒരു പുതപ്പ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ ഒരു വസ്ത്രം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തല മറക്കണം, ബാക്കി ഭാഗം ഇദുഹുർ എന്ന് പറയുന്ന ഒരു പുല്ല് കൊണ്ട് മൂടണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിങ്ങനെ പറഞ്ഞ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വല്ലാതെ വേവലാതിപ്പെട്ട് കരയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിന്ന് നമുക്കൊക്കെ എത്ര സുന്ദരമായ ഭക്ഷണങ്ങളും മറ്റുമൊക്കെ നൽകി നമുക്കുള്ള കൂലിയും മറ്റും ദുനിയാവിൽ നിന്ന് തന്നെ തരുകയാണോ എന്നിങ്ങനെ പറഞ്ഞ് അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പോലും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സ്വഹാബത്തൊക്കെ ദീനിന് വേണ്ടി ദുനിയാവും സമ്പത്തും എല്ലാം ത്യജിച്ചവരാണ് എന്ന് നാം മനസ്സിലാക്കണം. അവരുടെ അത്ര നമുക്കൊന്നും എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരെ പോലെയൊക്കെ ജീവിക്കാൻ നമുക്കൊന്ന് ശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചെറിയൊരു ധാരണ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. മഹാനവറുകളുടെ ഖുർആൻ പാരായണത്തെക്കുറിച്ച്, അവിടുന്നുള്ള ഖുർആനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം എന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.